എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാലോ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, വീട് അത്ര പെർഫെക്റ്റ് ആയിട്ട് എപ്പോഴും നല്ല നീറ്റായിട്ട് ഇരിക്കാറൊന്നും ഇല്ല. പക്ഷേ പണ്ടത്തെ എൻ്റെ വീടുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് നല്ല അഭിമാനത്തോടു കൂടെ പറയാം, എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ എനിക്ക് വീട് വൃത്തിയാക്കുക എന്ന് പറയുമ്പോൾ ഒരു വലിയ ടാസ്ക് ആയിട്ടൊന്നും തോന്നുന്നില്ല. കാര്യങ്ങളെല്ലാം എൻ്റെ കൺട്രോളിൽ തന്നെയാണ് വരുന്നത്. അതിന് കാരണം വേറെ ഒന്നുമല്ല കേട്ടോ, ദിവസമുള്ള കുറച്ച് ശീലങ്ങളില്ലേ, ഒരു കുഞ്ഞു ശീലങ്ങളെന്നൊക്കെ പറയാം, അത് നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്നുകൊണ്ട് തന്നെ ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുന്നത് വലിയൊരു തലവേദനയായിട്ട് ഇപ്പോൾ തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഞാനൊരു വർക്കിംഗ് വുമൺ കൂടിയാണ്. അപ്പോൾ വീട്ടിലെ കാര്യങ്ങളും എനിക്ക് സ്കൂളിലെ കാര്യങ്ങളും എല്ലാം ഞാൻ ഒരുമിച്ച് കൊണ്ടുപോകുന്നത് ആ ഒരു ശീലങ്ങളും ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഹൗസ് വൈഫ് ആണെങ്കിൽ നിങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. കാരണം പുറത്ത് പോയിട്ട് ജോലി ചെയ്ത് വന്നിട്ടാണ്, വീട്ടിലൊരു വേലക്കാരിയൊന്നും ഇല്ല, ഞാൻ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത്. ഞങ്ങൾ 3 പേരടങ്ങുന്ന ഒരു കുഞ്ഞു ഫാമിലി ആണെങ്കിലും അവിടെ ഭക്ഷണം പാചകം ചെയ്യുന്നതിൻ്റെ അളവൊക്കെ കുറയുന്നുണ്ടെന്ന് മാത്രമല്ലേ ഉള്ളൂ, വൃത്തിയാക്കുന്നത് അതുപോലെ തന്നെ ഉണ്ടാവില്ലേ. അപ്പോൾ ഇപ്പോൾ ചിലരൊക്കെ പറയും, നമ്മൾ കുറച്ചാളാണെങ്കിൽ കുറച്ചല്ലേ ഫുഡ് ഉണ്ടാക്കണ്ടോ. അതൊക്കെ ശരിയാണ്. പക്ഷേ അടിച്ചു വാരുന്നതും അലക്കുന്നതും തുടക്കുന്നതും നമ്മുടെ മാറാല തട്ടുന്നതും അതൊന്നും പണിക്ക് ഒരു വ്യത്യാസം ഉണ്ടാവില്ലല്ലോ. അപ്പം എല്ലാം മാനേജ് ചെയ്തിട്ട് പോകാൻ പറ്റുന്നത് ഈ ഒരു ശീലങ്ങൾ വന്നതുകൊണ്ട് തന്നെയാണ് കേട്ടോ. എനിക്കിത് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. ഓരോന്നോരോന്നായിട്ട് ഞാനൊന്ന് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്ത് തരാം. അതിൽ ആദ്യത്തേത്, നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് മെസ്സി ആയിട്ട് അല്ലെങ്കിൽ ക്ലട്ടറായിട്ട് ഏതെങ്കിലും സ്ഥലം എടുക്കുവാണെങ്കിൽ അവിടെ അങ്ങനെയൊക്കെ ഇരിക്കാനുള്ള കാരണം എന്താ? ഒന്നുകിൽ നമ്മളത് സാധനങ്ങൾ എടുത്ത സ്ഥലത്തേക്ക്, അതിൻ്റെ സ്ഥിരമായിട്ടുള്ള സ്ഥലത്തേക്ക് വെക്കാത്തതായിരിക്കും, അപ്പോൾ തന്നെ എടുത്ത് വെക്കാത്തതായിരിക്കും, അല്ലെങ്കിൽ അതിന് സ്ഥിരമായിട്ടുള്ളൊരു പ്ലേസ് ഇല്ലാത്തതായിരിക്കും. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഏതൊരു സാധനവും നമുക്ക് എടുക്കാനും വെക്കാനും നമുക്കൊരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ, എപ്പം കയ്യെത്തും ദൂരത്തോ അല്ലെങ്കിൽ കാണുന്ന സ്ഥലത്തൊക്കെ അങ്ങനെ ഒരു സ്ഥലം അത് അസൈൻ ചെയ്ത് വെക്കുക. ഈവൻ പേപ്പർ ആകട്ടെ, വാട്ടർ ബോട്ടിലാകട്ടെ, നമ്മുടെ ടാബ്ലറ്റ് ഗുളികയാകട്ടെ, എന്താണെങ്കിലും ഓരോന്നിന് അതതായിട്ടുള്ള സ്ഥാനം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിന് തന്നെയാണ് നമ്മൾ ഓർഗനൈസിങ് എന്ന് പറയുന്നത് തന്നെ. ഒരു സ്പേസ് ഓർഗനൈസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരുപോലെയുള്ള സാധനങ്ങൾ ഒരുമിച്ച് വെക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടാബ്ലറ്റ്സ്, മെഡിസിൻസ്, അതൊക്കെ നമുക്ക് ഒരുമിച്ച് ഒരു ബോക്സിലാക്കിയിട്ട് വെക്കാം. പക്ഷേ അവിടെയും ശ്രദ്ധിക്കണം, കാരണം വീട്ടിൽ 1-2 ആൾക്കാർ മെഡിസിൻസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ എല്ലാം ഒരുമിച്ച് വെച്ചിട്ട് അത് നമ്മൾ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടെ ഒന്ന് നോക്കണം. അതിനനുസരിച്ച് പ്രത്യേകം ബോക്സിലാക്കുക അല്ലെങ്കിൽ 2 കവറിലാക്കിയിട്ട് വെക്കുകയോ എല്ലാം കൂടെ അങ്ങനെയോ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ വാട്ടർ ബോട്ടിൽ, അതുപോലെ തന്നെ ക്ലീനിങ്ങുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ വേറെ വെക്കുക. അങ്ങനെ ഓരോന്നായിട്ട് കാറ്റഗറൈസ് ആയിട്ട് വെക്കുകയാണെങ്കിൽ തന്നെ എല്ലാം ഒന്ന് ഒരു അടുക്കും ചുറ്റും നമ്മുടെ വീട്ടിൽ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെയാണ് ന്യൂസ് പേപ്പറും. ചില വീട്ടിലൊക്കെ ന്യൂസ് പേപ്പർ കുറച്ചൊക്കെ ടീപ്പോയുടെ താഴെ ഉണ്ടാവും, കുറച്ച് വേറെ ഒരു കബേർഡിലുണ്ടാവും. അങ്ങനെ അവിടെ ഇവിടെയും വെക്കുന്നതിന് പകരം ഇതെല്ലാം ചേർത്തിട്ട് ഒരു സ്ഥലമായിട്ട്, അതിനിപ്പോൾ നിങ്ങൾ ചിലപ്പം കാണുന്നവർ ചോദിക്കും, ചേച്ചിക്ക് അതിന് മാത്രം ഷെൽഫ് ഉള്ളത് കൊണ്ടല്ലേ. പക്ഷേ ഇതൊന്നും ഇല്ലാത്തൊരു കാലം എനിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് ഈ സ്റ്റെയർ കേസിൻ്റെ താഴെയൊക്കെ ഉണ്ടായിരുന്നില്ലേ, അവിടെ ഇതുപോലെ ഇങ്ങനെ കബേർഡൊന്നും ഉണ്ടായിരുന്നില്ല, ഓപ്പൺ ആയിട്ടുള്ള സ്പേസാണ്. പക്ഷേ അവിടെ ഇങ്ങനെ അട്ടിക്കായിട്ട് വെക്കും. പിന്നെ മന്ത്ലി ഇങ്ങനെ നമുക്ക് ഇത് കളക്ട് ചെയ്യാൻ വരുന്ന സമയത്ത് പെട്ടെന്ന് ഒഴിവാക്കും. സ്ഥലം കുറഞ്ഞ കാലത്തുള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ കണ്ണാടിയുടെ മുന്നിൽ ഒരുപാട് സാധനങ്ങൾ നമുക്ക് അവിടെ വെക്കാനുണ്ടാവും. നമ്മുടെ ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ആണെങ്കിലും സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ആണെങ്കിലും ഈവൻ മുടിക്ക് കുത്തുന്ന ക്ലിപ്പില്ലേ, അതൊക്കെ ആണെങ്കിലും നമ്മൾ വലിച്ചു വാരി ഇടാതെ അതിലും ഒരു കുറച്ച് സ്ഥലമൊക്കെ കണ്ട് അല്ലെങ്കിൽ ബോക്സൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അവിടെ വെച്ച് നമ്മൾ എന്താ പറയുക, എല്ലാം ഒരു അടുക്കും ചിട്ടയിലേക്ക് വരും. അടുക്കും ചിട്ട കുറേ നേരമായി തോന്നുന്നു ഞാൻ പറയുന്നല്ലേ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡെയിലി യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ പെട്ടെന്ന് എടുക്കുന്ന രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മൾ അടുക്കളയിലെ ഷെൽഫിൽ ഉപ്പ്, മഞ്ഞൾ, മുളകൊക്കെ എന്നും നമുക്ക് വേണ്ടതായിരിക്കും. ഇനി ഉപ്പ് തന്നെ 2 പാത്രങ്ങളിലുണ്ടാവും. പിന്നെ അതുപോലെ നമ്മുടെ ചായപ്പൊടിയൊക്കെ ആണെങ്കിൽ 2 പാത്രങ്ങളിൽ നമ്മൾ ഇട്ട് വയ്ക്കും. അപ്പം ആവശ്യമുള്ളത് ദിവസം ഉപയോഗിക്കേണ്ടത് മുന്നിലേക്കും, അതല്ലാതെ എപ്പോഴെങ്കിലും അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണെങ്കിൽ അത് കുറച്ച് പുറകിലാക്കിയിട്ട് വയ്ക്കുക. അപ്പം അതും നമുക്ക് കൈകാര്യം ചെയ്യുമ്പം എളുപ്പമായിരിക്കും. ഈ ഒരു രീതിയിൽ നമ്മൾ സെറ്റാക്കിയിട്ട് റീഅറേഞ്ച് ചെയ്യാമെന്ന് പറയും. അങ്ങനെ ചെയ്യുന്നത് വലിയ യൂസ്ഫുൾ ആയിരിക്കും നമുക്ക്. അതുപോലെ തന്നെ വർഷത്തിൽ 1 തവണ മാത്രം നമ്മൾ യൂസ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുന്ന സാധനം ഉണ്ടാകും. പ്രത്യേകിച്ച് ഇപ്പോൾ ക്രിസ്മസ് ട്രീ, പുൽക്കൂട് ഒരുക്കിയത്, അതൊക്കെ നമ്മുടെ കയ്യിലുണ്ടാകും അടുത്ത വർഷത്തേക്ക്. അതൊക്കെ ബോക്സിലാക്കിയിട്ട് വേണമെങ്കിൽ ഒരു ലേബിളൊക്കെ ഒട്ടിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു സ്റ്റോറേജ് സ്പേസൊക്കെ ബർത്തൊക്കെ ഉണ്ടാവില്ലേ, അവിടെയൊക്കെ അങ്ങ് മാറ്റി വയ്ക്കുക.
അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ടൂള്, അതായത് നമ്മൾ ഈ മെക്കാനിക്ക് ടൂളൊക്കെ ഉണ്ടാവും, അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നട്ട് ബോൾട്ട് അതൊക്കെ ഉണ്ടാവില്ലേ, സ്ക്രൂ ഡ്രൈവർ, അതെല്ലാം ഒരു ബോക്സിലാക്കിയിട്ട് വെക്കുക. ഇതൊന്നും നമുക്ക് എന്നും വേണ്ട ആവശ്യം ഉണ്ടാവില്ല, പക്ഷേ പെട്ടെന്നൊരു ആവശ്യത്തിന് നമുക്കിത് നമ്മുടെ കയ്യിലുണ്ടാവുകയും വേണം. അങ്ങനെയുള്ളതൊക്കെ ഒരു ഭാഗത്തേക്ക് എന്ന് വെച്ചാൽ ഒരു ബോക്സിലൊക്കെ ആക്കിയിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റാത്തൊരു സ്ഥലത്തേക്ക് അങ്ങ് ഒതുക്കി വയ്ക്കുക. അങ്ങനെ എല്ലാം ശ്രദ്ധിച്ച് നമ്മുടെ വീടൊന്ന് ഓർഗനൈസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കുറച്ച് എഫേർട്ട് നമ്മൾ എടുക്കേണ്ടി വരും. അത് ശരി തന്നെയാണ്. പക്ഷെ നമ്മളിത് ഒരു തവണ അങ്ങ് സെറ്റായി കഴിഞ്ഞാലുണ്ടല്ലോ, ഇത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഈസിയാണ്. ആ 2 കാര്യങ്ങൾ മാത്രമേ നമ്മൾ പിന്നെ നോക്കണ്ടൂ. അതിലൊന്ന് എന്തെടുത്തു കഴിഞ്ഞാലും അത് എടുത്ത സ്ഥലത്ത് തന്നെ കൊണ്ടുവയ്ക്കുക. അതിനി പണി ഉണ്ടാവില്ലല്ലോ, കാരണം എല്ലാത്തിനും ഓരോ സ്ഥലം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. പിന്നെ നമ്മൾ പുതിയതായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് നമ്മൾ വീട്ടിലേക്ക് വാങ്ങുവാണെങ്കിൽ അതിനൊരു സ്ഥലം നമ്മൾ അസൈൻ ചെയ്ത് വെക്കുക. ഇനി അടുത്തത് ശ്രദ്ധിക്കേണ്ടത്, ഇത് മെയിനായിട്ട് എനിക്ക് തോന്നുന്നു അടുക്കളയിലായിരിക്കും നമുക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കുക. വേറൊന്നുമല്ല, നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റോടൊപ്പം തന്നെ ഒരു ക്ലീനിങ്ങും കൂടെ ചെയ്യുക. എന്നിട്ട് എല്ലാം കൂടെ പെട്ടെന്ന് തീർക്കുന്ന ഒരു രീതിയിലേക്ക് മാറ്റുക. പ്രത്യേകിച്ച് ഇപ്പം എൻ്റെ കേസിൽ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് വൃത്തിയാക്കുന്നതാണ് ചിലപ്പം ഭക്ഷണം പാകം ചെയ്യുന്നതിനേക്കാൾ ഇഷ്ടം. എൻ്റെ അടുത്ത് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ അങ്ങനെ പറയേണ്ടി വരും. പക്ഷേ ചിലർക്കാണെങ്കിൽ കുക്ക് ചെയ്യുന്നത്, ഫുഡ് ഉണ്ടാക്കുന്നതായിരിക്കും ഇഷ്ടം, ക്ലീനിങ് അത്ര ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഒന്ന് മാറ്റി വെക്കാൻ പറ്റാത്തതാണ്. രണ്ടും നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ആ സമയത്ത് തന്നെ ക്ലീനിങ്ങും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതായത് ഇപ്പോൾ നമ്മൾ കറി തിളക്കുന്ന സമയം അല്ലെങ്കിൽ ദോശ ചുടുന്ന സമയത്ത് നമ്മുടെ സിങ്ക് അതിൻ്റെ അടുത്ത് തന്നെയാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നമുക്ക് 2 പാത്രമാണെങ്കിൽ 2 എണ്ണം കഴുകിയ അത്രയും പണി കഴിയുമല്ലോ. അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ സമയം അടുക്കളയിൽ തന്നെ നിൽക്കേണ്ടി വരും. ഈ ഒരു കാര്യത്തിലൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നമുക്ക് തന്നെ കുറച്ചും കൂടി ഫ്രീ ടൈം കിട്ടാൻ യൂസ്ഫുൾ ആയിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞ ആ ഒരു ചിട്ട നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാനും ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഇനി അടുത്തത്, നമ്മുടെ ഒരു മെസ്സ് ഉണ്ടാവുന്ന ഒരു സോസ് ഉണ്ടാവില്ലേ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വെക്കുന്ന സ്ഥലത്ത് ആ ചായ കുറച്ച് മറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് പിന്നത്തേക്ക് മാറ്റാതെ അപ്പം തന്നെ അങ്ങ് ചെയ്യുക. ഇനി അടിയിൽ ഒരു ട്രേയോ മീൻസ് അത് ചെറിയൊരു എന്തെങ്കിലും വെക്കാനൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. പക്ഷേ ഞാൻ അങ്ങനെ ഇപ്പോൾ ഒരു പാത്രത്തിൻ്റെ അടിയിൽ അല്ലെങ്കിൽ ഒരു ഗ്ലാസിൻ്റെ അടിയിലൊന്നും വെക്കാറൊന്നും ഇല്ല. റിങ് വെക്കും, അത് ചൂട് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ അതൊന്നും കൃത്യമായിട്ടൊന്നും ഒരാൾക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയൊന്നും ശ്രദ്ധിക്കാറില്ല. പക്ഷേ ചായ എങ്ങാനും മറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ നമ്മൾ കഴുകാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കില്ല, അപ്പം തന്നെ അതങ്ങ് ക്ലിയർ ചെയ്യുക. ഒന്നും പിന്നത്തേക്ക് മാറ്റി വയ്ക്കാതെ അപ്പം തന്നെ എന്ത് കാര്യം നടന്നാലും നടന്നാലും മീൻസ് എന്ത് കാര്യം നമ്മൾ ചെയ്യുവാണെങ്കിലും അതിൻ്റെ കൂടെ തന്നെ അങ്ങ് ക്ലീനിങ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ചപ്പാത്തി ചുടുന്ന സമയത്ത് അതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ ക്ലിയർ ചെയ്യുക. മാക്സിമം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ന്യൂസ് പേപ്പർ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്, തുണിയേക്കാലം. കാരണം തുണിയാണെങ്കിൽ നമ്മൾ എന്തായാലും മുട്ടി കുടഞ്ഞിട്ടാണെങ്കിലും നമ്മളത് കഴുകേണ്ടി വരും. പക്ഷേ ന്യൂസ് പേപ്പർ ആണെങ്കിൽ നമുക്ക് അപ്പം തന്നെ അത് ഡിസ്പോസ് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഒരുപാട് കാര്യങ്ങൾ, അതായത് നമ്മളെപ്പോഴും ഈ ക്ലീനിങ്ങിൽ കോൺഷ്യസ് ആകുമ്പം നമ്മളെ വീട്ടുകാർ വിചാരിക്കും നമുക്ക് OCD ആണെന്ന്. പക്ഷേ നമ്മൾ അങ്ങനെ ആ ഒരു ലെവലിലേക്കല്ല പോകുന്നത്. നമ്മൾ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മതയോടെ അല്ലെങ്കിലും നമ്മുടെ വീട്ടിൽ ഒരു വൃത്തിബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാത്രമല്ല വീട്ടിലെ എല്ലാവരോടും അതൊന്ന് പറയുക. പക്ഷേ ആരെയും പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആരെയും അതിൻ്റെ പേരിൽ നമുക്ക് ബുദ്ധിമുട്ടിക്കാനോ വേണ്ടിയിട്ടല്ല. നമ്മൾ ചെയ്യുന്ന കാണുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മക്കളും അത് ശീലിച്ചെന്ന് വരും, നമ്മുടെ ഹസ്ബൻഡും നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ അത് ചെയ്തെന്ന് വരും. വീട്ടിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കാനല്ല പറയുന്നത്, പക്ഷേ വീട് എന്നും ക്ലീൻ ആയിരിക്കാൻ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നാറുള്ളത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു 2 മിനിറ്റ് ഹാബിറ്റ് എന്നൊക്കെ പറയാറില്ലേ, അതുതന്നെയാണ് ഇത്. കാരണം 2 മിനിറ്റ് കൊണ്ട് 2 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണിത്. ഒന്നും പിന്നത്തേക്ക് മാറ്റി വെക്കാതെ എപ്പോഴും എല്ലാ കാര്യങ്ങളും അപ്പം തന്നെ അങ്ങ് ചെയ്യുക. ഇപ്പോൾ തുണി മടക്കുന്ന കാര്യം ആണെങ്കിൽ പോലും അതിങ്ങനെ അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നൊരു കാര്യമാണ്. കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കുന്നായി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ബുദ്ധിമുട്ട്. അപ്പോൾ അതെല്ലാം അപ്പം തന്നെ അങ്ങ് റെഡിയാക്കുക. ഒരു ദിവസം ആകുമ്പോൾ നമുക്ക് കുറച്ചേ മടക്കി വെക്കാനുണ്ടാവും. ഇനി അടുത്തത്, നമുക്കൊരു വലിയൊരു ടാസ്ക് നമുക്ക് മുന്നിലുണ്ടെന്ന് വിചാരിക്കുക, ഒരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഒരു ഏരിയ. അങ്ങനെ ആകുമ്പോൾ ആ ഒരു വലിയൊരു ടാസ്കിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ കുഞ്ഞു ഭാഗങ്ങൾ ആദ്യം അങ്ങ് ചെയ്ത് വയ്ക്കുക. അതാണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരുന്നത്. വേറൊന്നുമല്ല, എനിക്കിപ്പോൾ ആ ഒരു ഷെൽഫ് 2 ആഴ്ച കൊണ്ട് വൃത്തിയാക്കണം എന്നുള്ളൊരു ഉദ്ദേശം മനസ്സിലുണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ഇങ്ങനെയായിരിക്കും. അതായത് ഏതെങ്കിലും ഒരു ഭാഗം എടുത്തിട്ട് അപ്പം തന്നെ അങ്ങ് അറേഞ്ച് ചെയ്ത് വെക്കുക. അതായത് ഈ ഒരു 2 മിനിറ്റ് ചെയ്യാവുന്ന കാര്യമായിരിക്കും. ചിലപ്പം ഈ ഒരു 3 ബോക്സ് എടുത്തിട്ട് അവിടെ വേണ്ടാത്തത് മാറ്റി വയ്ക്കുക, അവിടെ ഒന്നങ്ങ് റീസെറ്റ്, അതായത് നമ്മൾ ഡിസോർഡർ ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റ് ആക്കിയിട്ട് വെക്കുക. അങ്ങനെ അവിടെ ഇപ്പം നമ്മളിപ്പോൾ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഉപയോഗിക്കാത്തത് മടക്കി വെച്ചൊക്കെ ഉണ്ടാവും.
ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഏരിയ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഡീപ്പായിട്ട് ആ ഷെൽഫ് മുഴുവൻ ഒന്നങ്ങ് അറേഞ്ച് ചെയ്യുന്ന സമയത്ത്, അതായത് കരിമ്പനടിച്ചതോ കീറിയതോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ മാറ്റുന്ന ഒരു സമയം, ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന ഒരു സമയം വരുമ്പോൾ ഈ ഒരു ഏരിയ എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. അതായത് ആ ഒരു കള്ളി തന്നെ നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, ബാക്കിയല്ലേ ചെയ്യണ്ടോ. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള വലിയൊരു ഗുണം എന്താണെന്നറിയോ? നമ്മളിപ്പം ഡീപ്പായിട്ടൊരു ക്ലീൻ ചെയ്തൊരു ദിവസം നമ്മളെ മുന്നിൽ കാണുകയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും. പക്ഷെ ഒന്നങ്ങ് തുടങ്ങി വെച്ച് കഴിഞ്ഞാലേ നമുക്കൊരു ഹരം കയറുന്നത് പോലെയാവും. എന്തായാലും അത് ബാക്കി കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു ചിന്ത നമുക്ക് വരും. ഈ ഒരു 2 മിനിറ്റ് റൂളില്ലേ, അത് നമ്മൾ അടുക്കളയിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ മാത്രമല്ല, നമ്മൾ എവിടെ വർക്ക് ചെയ്യുകയാണെങ്കിലും അവിടെ നമുക്ക് കൊണ്ടുവരാം. അപ്പം നമ്മുടെ വർക്കിംഗ് സ്പേസ് ഓഫീസാണെങ്കിലും നമ്മുടെ സ്റ്റാഫ് റൂം ഒക്കെ ആണെങ്കിൽ ഇറങ്ങുന്നതിൻ്റെ മുന്നേ ആ ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ അടുക്കളയിൽ കയറുമ്പോൾ ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് അടുക്കളയിൽ വരുമ്പോൾ ഒരു സുഖമില്ലേ, അത് തന്നെയായിരിക്കും ആ വർക്കിംഗ് സ്പേസിൽ പിറ്റേന്ന് വരുമ്പോൾ നമുക്ക് ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ ഇടാണ്, ഇതും എനിക്ക് തോന്നുന്നു അടുക്കളയിലായിരിക്കും കുറച്ചും കൂടെ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റുക. നമ്മുടെ വീട്ടിൽ അടുക്കള തന്നെ എടുക്കാം. അതായത് ഹൊറിസോണ്ടൽ കാണുന്ന എല്ലാ സർഫസും മാക്സിമം ഒന്നങ്ങ് ക്ലീൻ ആക്കി ഇട്ടിടുക. ഇപ്പോൾ അടുക്കളയിലാണെങ്കിൽ എല്ലാം അകത്തേക്ക് വെച്ചിട്ട് പൂട്ടിക്കെട്ടിയാൽ നമുക്ക് കാര്യങ്ങളൊന്നും നടക്കില്ല, എല്ലാം കയ്യെത്തുന്ന ദൂരത്ത് വേണം. പക്ഷേ അവിടെയും ചെറിയ ചെറിയ ഒരു അറേഞ്ച്മെൻറ്റ്സ് നടത്തുക. ഇപ്പം നമ്മുടെ കൗണ്ടർ ടോപ്പിൽ മുകളിൽ വെക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് അവിടെ ഇപ്പം ഒരു ബോക്സ് വെച്ചിട്ട് അവിടെ വാട്ടർ ബോട്ടിലൊക്കെ ഒരുമിച്ച് വയ്ക്കുക. പിന്നെ നമ്മുടെ ഓയിൽ ഡിസ്പെൻസറൊക്കെ ഉണ്ടാവില്ലേ, അത് വേറെ വയ്ക്കുക. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സ്പേസ് കണ്ടെത്തുക. മിക്സിയുടെ മോട്ടറൊക്കെ അതൊക്കെ നമുക്ക് കബേർഡിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ഡെയിലി എടുക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്തായാലും അതൊക്കെ നമുക്ക് മുകളിൽ തന്നെ വേണം. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അതിനൊരു സ്ഥലം നമ്മൾ കണ്ടെത്തുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇതെല്ലാം കണക്ട് ചെയ്യുന്നതാണ്, ഒരേ കാര്യം തന്നെ ആയിരിക്കും നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നും. പക്ഷേ ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഇതിൽ കോൺഷ്യസ് ആകുന്നവർക്ക് മാക്സിമം ഇത് റിലേറ്റ് ചെയ്യാനും പറ്റും. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇത് കുഞ്ഞടുക്കളയാണ്. ഈ കുഞ്ഞടുക്കളയിൽ ഇത്രയും കാര്യങ്ങൾ നീറ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ്. ഓരോ സാധനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള സ്ഥലമുണ്ട്. പിന്നെ അനാവശ്യമായിട്ട് ഞാനൊരു സാധനങ്ങളും വാങ്ങാറുമില്ലേ, അതൊരു പ്രത്യേക കാര്യം തന്നെയാണ്. ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കൂട്ടിക്കഴിഞ്ഞാൽ അത് വെക്കാനുള്ളൊരു ഇടവും കൂടെ നമ്മൾ കണ്ടെത്തേണ്ടി വരും. എനിക്ക് ആ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് എൻ്റെ അടുക്കളയിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും ഞാൻ വാങ്ങാറില്ല. പിന്നെ അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏതൊരു ഇടമാണെങ്കിലും നമ്മളത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ ഒഴിവാകുന്ന സമയത്ത് എല്ലാം ഒന്നങ്ങ് റീസെറ്റ് ചെയ്ത് വയ്ക്കുക. അത് നമ്മളെ സ്റ്റഡി ഏരിയ ആണെങ്കിലും നമ്മുടെ റീഡിംഗ് റൂം ആണെങ്കിലും നമ്മുടെ ഈ ലിവിങ് ഏരിയ ആണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ അവിടെ എഴുന്നേൽക്കുമ്പോൾ അത് പഴയതുപടി ആക്കുക. ചിലപ്പോൾ സോഫയിലൊക്കെ നമ്മൾ വിരിയൊക്കെ വിരിക്കുന്നുണ്ടാകും. അപ്പം നമ്മൾ എന്തായാലും കിടന്നു ഇരുന്നൊക്കെ ടി വി കാണുന്ന സമയത്ത് അതൊക്കെ ഒന്നങ്ങ് പോയിട്ടുണ്ടാകും. പിന്നെ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിനെ നേരെ ഉണ്ടാവും. കാരണം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കില്ല, കാരണം സോഫയിലായിരിക്കും അവർ തലകുത്തി മറിയുക. അപ്പം നമ്മൾ വിരിച്ചതൊക്കെ അങ്ങ് പോകും. പക്ഷേ ഇവിടെ എൻ്റെ മോള് കുറച്ച് വലുതായതുകൊണ്ട് എനിക്ക് ആ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ എന്നാലും നമ്മൾ ഉപയോഗിച്ച ഇടം പഴയതുപടി ആക്കാൻ ഒരു 1-2 മിനിറ്റൊന്നും വേണ്ട, അത് കൃത്യമായിട്ടങ്ങ് ചെയ്യുക. ഇപ്പോൾ ഡൈനിങ് ടേബിളിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് അവിടെ ക്ലിയർ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ചെയറൊക്കെ അറേഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു റീഡിങ് ഏരിയയിൽ നിന്നാണെങ്കിലും ബുക്കൊക്കെ അടുക്കി വയ്ക്കുക. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒന്നങ്ങ് ഓടിച്ചിട്ട് എല്ലാം പഴയതുപോലെ പടിയാക്കി മാറ്റുക. അങ്ങനെ ചെയ്യുമ്പോൾ ആദ്യമൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും, അതങ്ങ് പെട്ടെന്ന് കിട്ടില്ല, കാരണം ശീലമില്ലാത്ത കാര്യം നമ്മളൊന്ന് തുടങ്ങുന്നില്ലേ. പക്ഷേ ഇത് ശീലിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ കൈ ഇതൊക്കെ അങ്ങ് ചെയ്തു പോകും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇനി പറയാൻ പോകുന്ന ഒരു 10 മിനിറ്റ് ഹാബിറ്റ് എന്ന് പറഞ്ഞ ഒരു സാധനം നമ്മൾ സെറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഡീസൻ്റായിട്ട് നമ്മുടെ വീട് കൊണ്ടുപോകാൻ പറ്റും. ആ 10 മിനിറ്റ് ഏത് സമയത്താണെന്ന് നമ്മൾ തീരുമാനിച്ചാൽ മതി. ഇപ്പോൾ രാവിലെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഈ 10 മിനിറ്റ് കിട്ടുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അപ്പം രാത്രി നമുക്ക് ചെയ്യാം. ഇപ്പം വിരി മടക്കുന്നത് രാവിലെ ഇപ്പം നമുക്ക് സമയമില്ലെങ്കിലും നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ചെയ്യുമല്ലോ, നമ്മൾ ഉപയോഗിച്ചത് മാത്രം നമുക്ക് മടക്കി വെക്കാൻ ഒരു 10 മിനിറ്റൊന്നും വേണ്ട, 1 മിനിറ്റ് പോലും വേണ്ട. അപ്പം അങ്ങനെയുള്ളൊരു കാര്യം നമുക്ക് രാത്രിത്തേക്ക് മാറ്റി വെക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ പറഞ്ഞ 10 മിനിറ്റ് എന്ന് പറയുന്നത് ഒന്ന് ഡീപ്പായിട്ട് അല്ല, പെട്ടെന്ന് നമ്മൾ കാണുന്ന ഇടം ഒന്നങ്ങ് വൃത്തിയാക്കുക. അതിൽ 3 ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന് നമ്മുടെ ബെഡ്, രണ്ടാമത്തത് ഡൈനിങ് ടേബിൾ, മൂന്നാമത്തെ ലിവിങ് സ്പേസ്. ഈ 3 ഏരിയ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വീട് നല്ല ഡീസൻ്റായിട്ടിരിക്കും. വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എൻ്റെ സ്ഥലമൊന്നും മാറിയിട്ടുണ്ട്, അതിൻ്റെ ചെറിയൊരു വേരിയേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു.
എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാനും മറന്നു പോവല്ലേ. അതുപോലെ പുതുതായിട്ട് നമ്മുടെ കൂടെ വന്നിട്ടുള്ള ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്, എൻ്റെ പേര് അമ്പിളി എന്നാണ് കേട്ടോ. ഗൗരി എന്നത് എൻ്റെ മകളാണ്. പലരും ഗൗരി എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഇടാറുണ്ട്. അപ്പം അവരുടെ അടുത്ത് പേര് എന്താണെന്ന് ചോദിക്കുന്നവരുടെ അടുത്ത് മാത്രമേ ഞാൻ പേര് പറയാറുള്ളൂ. ഗൗരി എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഇടുന്നവരുടെ അടുത്ത് ആ രീതിയിൽ തന്നെയാണ് ഞാൻ റിപ്ലൈയും കൊടുക്കാറുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എൻ്റെ പേരെന്താണെന്നുള്ളത്. പിന്നെ നമുക്ക് ആർക്കെങ്കിലും മുടി ഇത്തിരി നരച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അടുത്ത വീഡിയോ. അപ്പോൾ അത് കാണാൻ മറന്നു പോവല്ലേ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക്